ഏവർക്കും കലാധുനി ന്യൂസിലേക്ക് സ്വാഗതം. അയോധ്യ ശ്രീരാമക്ഷേത്രം സാക്ഷാത്കരിക്കപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ജനുവരി 22 നാളെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. ലോകമാകെ ഭാരതത്തിലെ ആ ചരിത്ര മുഹൂർത്തത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. ചരിത്ര മുഹൂർത്തത്തിന് എല്ലാവിധ മംഗളവും നേരുന്നു. പ്രാർത്ഥനയോടെ കേരളത്തിൽ നിന്നുള്ള കലാധുനി മാസികയും കലാധുനി ന്യൂസ് ചാനലും. എന്നാലും ഇതോടനുബന്ധിച്ച് ചില കുത്തിത്തിരിപ്പുകാർ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സംഗതികൾ ഈ അവസരത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ച് നെറ്റ് ചുളിക്കുന്നവരെ പറ്റിയാണ് പറയാനുള്ളത്. സെക്കുലറിസത്തിൻ്റെ വാരിക്കുഴി വെട്ടി അതിലൊരു ജനതയെ ഉപ്പിട്ട് മൂടിയപ്പോൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. ഭാരത മണ്ണിനൊരു ഗുണമുണ്ടെന്നും അടിവേരിലും കായ്ക്കുന്ന ഒരു ധർമ്മം ഇവിടെ ഉണ്ടെന്നും ഉമിത്തിയിൽ വെന്തുരുകിക്കിടന്നാലും അവശ്യ സമയത്ത് അത് ഉയർത്തെഴുന്നേൽക്കുമെന്നും ദേഹീദേഹങ്ങളെ അത് ആവാഹിക്കുമെന്നും അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടർ താഴ്ത്തിക്കെട്ടിയ സനാതനത്തിൻ്റെ സംസ്കൃതി പുണ്യത്തെ അടിമുടി ഹിന്ദുവായ ഒരുവൻ അപകർഷതാബോധം വെടിഞ്ഞ് അധികാരത്തിൻ്റെ ചെങ്കോലുമേന്തി ദേശനാഥന് വേണ്ടി പ്രോഷണവും ലേപനവും ജ്ഞാനസ്നാനവും ചെയ്ത് വ്രതമെടുത്ത് നിൽക്കുമ്പോൾ മാമുനിമാരുടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ തപസ്സിൻ്റെ പുണ്യം കാലദോഷത്തിൻ്റെ കറുത്ത ദൃഷ്ടി മറഞ്ഞു തുടങ്ങിയപ്പോൾ പതിയെ വീണ്ടും നമ്മുടെ മണ്ണിൽ പടരുകയാണ്. അതിന് അയാൾ ഒരു കാരണമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാജ്യത്തിന് അധിപനായിരിക്കുന്നവൻ അഭിഷേകം ഏറ്റുവാങ്ങുന്നത് പട്ടാഭിഷേക സമയത്തും മഹായാഗ സമയത്തും കഠോരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മൂർത്തി പൂജയ്ക്ക് ഇരിക്കുമ്പോഴും മഹാരൂഢങ്ങളിലെ ദേവസാമീപ്യം ആവശ്യമായി വരുന്നിടത്ത് യജമാന സ്ഥാനത്തിരിക്കേണ്ടി വരുമ്പോഴും യുദ്ധം കഴിഞ്ഞുള്ള സ്മൃതി പൂജയ്ക്കും പാപനാശത്തിനും പിന്നെ മഹാബലികർമ്മം ആർക്കേലും അർപ്പിക്കണമെന്ന് വിധിപ്രകാരം ആചാര്യൻ വിധിച്ചാലും അഭിഷേകം ഏറ്റുവാങ്ങണം. ഇനിയും മനസ്സിലായില്ലേൽ 35 വർഷം മുന്നേ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ മനസ്സിലുറപ്പിച്ചവൻ അതിൻ്റെ യജമാന സ്ഥാനത്ത് വന്നപ്പോൾ രാജധർമ്മം പാലിച്ചു, അല്ലെങ്കിൽ പാലിക്കുന്നു എന്ന് മാത്രം. മറന്നുപോയതിനൊക്കെ ഓർമ്മിപ്പിച്ചു തന്നു. വരും തലമുറകൾക്കായുള്ള കൃത്യമായ ചുവടുവയ്പും കൂടിയാണിത്. ഒരു ചെറുകാര്യം കൂടി വാൽകഷ്ണത്തിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദു വിശ്വാസിയാണ്. ഹിന്ദു ദൈവത്തെ എനിക്ക് പ്രാർത്ഥിച്ചുകൂടെ? അതിനാരുടെയും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും സമ്മതം വാങ്ങേണ്ട കാര്യമേ ഇല്ല. പക്ഷേ എൻ്റെ ചാനലിലിട്ട ഒരു രാമരാമബാഹ്യമാം എന്ന വീഡിയോ ചില കരിങ്കാലികൾ എൻ്റെ FB പേജിനെ 8 ദിവസത്തോളം റിപ്പോർട്ടടിച്ച് ബ്ലോക്കാക്കിയിരുന്നു. എന്തിനു വേണ്ടി? ആർക്കാണ് ദഹിക്കാത്തത്? ന്യൂസ് ഡെസ്ക് കലാധുനി ന്യൂസ്.